ഇത് ഗൗരീശങ്കരം പ്രേക്ഷകരുടെ ഹൃദയം ഇഞ്ചിഞ്ചായി തകർക്കുന്ന കുറേ രംഗങ്ങളടങ്ങിയ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ വേണി പുറമേ ചിരിച്ചും അകമേ കരഞ്ഞും എന്താ പറയുക, ഭയങ്കരം തന്നെയാട്ടോ വേണിയുടെ ഒരു അവസ്ഥ. നമ്മുടെ ആദർശിനെ ചിരിപ്പിക്കാൻ കുറേ നവരസങ്ങളൊക്കെ കാണിക്കുന്നതും പിന്നീട് നമ്മുടെ വേണിക്ക് ഉള്ളിലങ്ങാട് സങ്കടം സഹിക്കാനാവാതെ മാറി നിന്നും വാവിട്ടലറി പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളും തന്നെയാട്ടോ പ്രേക്ഷകരത് നമുക്ക് കണ്ടു നിൽക്കാനാവാത്ത കുറേ രംഗങ്ങൾ തന്നെയാട്ടോ. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന രംഗങ്ങൾ തന്നെ, വളരെ കഷ്ടം തന്നെ തോന്നുന്നു. പിന്നീട് നമ്മുടെ ഗൗരിയും ഗംഗയും കൂടി നമ്മുടെ ശങ്കർ ഇങ്ങനെ പാട്ട് പാടി കൊടുക്കുകയും അവരൊരുമിച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ നമ്മുടെ വേണി ഇങ്ങനെ നിന്നിട്ടിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. മിക്കവാറുമല്ല, ഉറപ്പായും നമ്മുടെ ആദർശിൻ്റെ കാര്യം ഓർത്തിട്ട് തന്നെയാകും ഇനി ആദർശിന് ഇങ്ങനൊന്നും നടക്കാനോ കാലുകൾ ചലിപ്പിക്കാനോ ആവില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ ഗൗരിക്ക് വന്നപ്പോഴാണ് ഗൗരിക്ക് ആ ഒരു സങ്കടം ഉള്ളിലേക്ക് ഇങ്ങനെ രമ്പി വന്നത്. ശേഷം നമ്മുടെ ശങ്കർ ഇങ്ങനെ ഗൗരിയെ കുറേ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാമല്ലോ, സ്വന്തം എന്താ പറയുക സഹോദരൻ തന്നെയല്ലേ, ഒരിക്കലും ആ ഒരു വേദന മായത്തില്ല. ഇനി നമ്മുടെ ഗൗരീശങ്കരം പ്രേക്ഷകർക്ക് കണ്ണീരിൽ കുതിർന്ന എപ്പിസോഡുകളാകുമോ ഇനി വരാൻ പോകുന്നത്? എത്രയും പെട്ടെന്ന് നമ്മുടെ ആദർശ് പഴയ പോലെ എഴുന്നേറ്റ് നടക്കട്ടെ, അത് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ആവശ്യം അല്ലേ? പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ എന്തായാലും ഇതുപോലത്തെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ഗുഡ് ബൈ.